friends, welcome my YouTube channel. Hello friends, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങൾ ഉമ്മാൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് പോവുകയാണ്. രാത്രി ഒരു 8:30 ആയപ്പോഴാണ് അവൻ എന്നെ വിളിച്ചിട്ട് പറയണത്. അതുവരെ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവനൊരു കേക്ക് വാങ്ങാവാ, നമുക്ക് സർപ്രൈസ് ആയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോവാണ്. ഇന്നലെയാണെങ്കിൽ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ, അതും ഞാൻ ഓർത്തില്ല. ഏതായാലും പോട്ടെ, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ സന്തോഷം കാണാം. പ്രതീക്ഷിക്കാതെ പോയപ്പോൾ അവർ ശരിക്കും നെട്ടിട്ടോ. ഉപ്പാക്ക് നല്ല സന്തോഷമായി. മക്കളെ കാണണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി പറയണത്. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി കേക്ക് മുറിച്ചു. ചിയാപ്പിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് ആൾ ഭയങ്കര ടെററായി നിൽക്കണം കേട്ടോ. കരഞ്ഞ് പെണ്ണിട്ടൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും എന്താണ് ചോദിക്കുമ്പോൾ അവൾക്ക് സങ്കടം വന്നിട്ട് കരഞ്ഞു. അവസാനം ചിയാപ്പിനെ എടുത്തപ്പോഴാണ് ഇത്തിരി സമാധാനമായിട്ട് നിന്നത് അവള്. ഹയമോക്കാണെങ്കിൽ കേക്ക് മുറിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പക്ഷെ ഈ അവസരത്തിലൊക്കെ ഞങ്ങൾ മിസ് ചെയ്യുന്ന ഒരാളുണ്ട്, എൻ്റെ അനിയൻ. അവൻ ഗൾഫിലാണ് കേട്ടോ. ഇന്നലത്തെ ജസീലിൻ്റെ ബർത്ത്ഡേയും അവൻ ഓർമ്മയുണ്ടായിരുന്നില്ല. ഇന്ന് ഓർമ്മയുണ്ടോ എന്തോ അറിയില്ല. അങ്ങനെ കുറച്ച് സമയം നമ്മൾ സന്തോഷമായിട്ട് എല്ലാവരും കൂടി കേക്കൊക്കെ മുറിച്ചു. ഹയമോള് കിട്ടിയ അവസരം നല്ലോണം മുതലാക്കുന്നുണ്ട്. ചിയാപ്പയാണെങ്കിലോ കേക്കേ കഴിച്ചിട്ടില്ല. ഉമ്മയാണെങ്കിൽ ചിയാപ്പിന് ഇങ്ങനെ സോപ്പിട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചിയാപ്പി കുറച്ച് മൂടൗട്ടായി നിൽക്കുകയാണ് ഉറക്കപ്പിച്ചല്. പക്ഷെ ഉപ്പാക്ക് ഇപ്പോഴും കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ഉപ്പാന്റെ വിചാരം എൻ്റെ ബർത്ത്ഡേ ആണെന്നാണ് കേട്ടാ. ഞാൻ പോയതിന് ശേഷം ഉമ്മാനോട് ചോദിക്കാണ് റപ്പിക്ക് 30 വയസ്സായോ. അങ്ങനെ ഇതാ ഞങ്ങളൊക്കെ ചെറിയ കഷ്ണം കേക്കൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. റെഡ് വെൽവെറ്റിന്റെ കേക്കായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ പീസ് കേക്കൊക്കെ കഴിച്ചു. ജസീല് ചിയാപ്പിനെ അടുത്തിരുത്തി അവളെ കൊണ്ട് കേക്കൊക്കെ മുറിപ്പിച്ചു. അങ്ങനെ ഹൈമോളല്ല ആദ്യം മുറിച്ചത്. ആ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് ചിയാപ്പിനെ കൊണ്ട് കേക്കൊക്കെ മുറിപ്പിച്ചു. എന്ത് പറഞ്ഞാലും എൻ്റെ 2 അനിയന്മാർക്ക് എൻ്റെ അടുത്ത് നല്ല സ്നേഹമാണ് കേട്ടോ. മക്കളിനായാലും എന്താവശ്യത്തിന് വിളിച്ചാലും അവർക്ക് ഞാനൊരു പെങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണോ എന്തോ എനിക്കറിയില്ല. പക്ഷെ അവർക്ക് ഇങ്ങോട്ട് തരുന്നൊന്നും ഞാൻ പൊതുവെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാറില്ല. അങ്ങനെ കുറച്ച് പാർസലാക്കി വീട്ടിലെ അമ്മാക്കും അനിയൻ്റെ ഭാര്യക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പാർസലാക്കി ഞങ്ങളിതാ വീട്ടിലേക്ക് പോയി. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.